വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ RRB ജനറൽ സയൻസിലെ കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോപ്പിക്കാണ് മോളിക്യൂൾസ്. അപ്പോൾ ആറ്റം എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു തീർത്തതാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, മോളിക്യൂൾസ് എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ കാണുന്ന PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്താണ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയേ, ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്ത്, ഇതുമാണ് ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് എന്താ, മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ കെമിക്കലി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തുവാണ് ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് എന്താണ്, ആറ്റംസ് ആയിരിക്കും പരസ്പരം ചേരുന്നത്. അപ്പോൾ പരസ്പരം അങ്ങനെ ചേരുന്ന ആറ്റങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾ. അപ്പോൾ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് ഓർ എ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് ഓർ എ കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് എക്സിബിറ്റ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വാട്ടറിൻ്റെ ആറ്റം എന്നൊരു സാധനമില്ല അല്ലേ, വാട്ടറിൻ്റെ മോളിക്യൂളാണ് അടിസ്ഥാനം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്തുവാണ്, അത് മോളിക്യൂളാണ്. അതെന്താണ്, ഒരു മോളിക്യൂളാണ്. ഒരു കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഏതെങ്കിലും നമുക്ക് പറയാം, അതിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, അത് മോളിക്യൂളാണ്. എലമെൻറ്റുകൾക്ക് മോളിക്യൂളുണ്ട്, കോമ്പൗണ്ടുകൾക്ക് എന്തുണ്ട്, മോളിക്യൂളുകളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് ഈ മോളിക്യൂളുകൾ തമ്മിൽ ചേരുന്നതെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ മോളിക്യൂളുകളെ പരസ്പരം ചേർത്ത് വയ്ക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സ്. മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ്, അല്ലെ ആറ്റങ്ങൾ മോളിക്യൂളിനകത്തുള്ള ഫോഴ്സ്, അതാണ് എന്ത്, ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സ്? ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ആറ്റംസ് ടുഗദർ വിത്തിൻ എ മോളിക്യൂൾ, അല്ലേ, ആറ്റം ചേർന്നല്ലേ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആറ്റം ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ഈ ആറ്റങ്ങൾ പരസ്പരം ചേർത്ത് നിർത്തണ്ടേ. അപ്പോൾ ആ ഫോഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. 3 തരമാണുള്ളത്. കോവാലൻ്റ് ഉണ്ട്, അയോണിക് ഉണ്ട്, മെറ്റാലിക്. ഇങ്ങനെ 3 ടൈപ്പാണ് എന്ത് വരുന്നത്, ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സ് വരുന്നത്. നിങ്ങൾക്കതറിയാം. കോവാലൻ്റ് എന്ന് പറയുമ്പോൾ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന ബോണ്ടിങ് ആണ് കോവാലൻ്റ് എന്ന് പറയുന്നത്, അല്ലേ. ഫോംഡ് വെൻ ദ ആറ്റംസ് ആർ ഷെയർഡ് ഇലക്ട്രോൺസ് ടു അച്ചീവ് ദ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലേ. കുറവുള്ളപ്പോൾ എന്ത് ചെയ്യും, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കും, അല്ലേ. ഷെയർ ചെയ്തെടുക്കും. കാർബണിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം മുമ്പത്തെ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലേ. കാർബൺ എന്താണ്, 4 എണ്ണം കൊടുക്കണം അല്ലെങ്കിൽ 4 എണ്ണം വാങ്ങണം. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് ചെയ്യും, 4 പേര് പരസ്പരം ഷെയറിംഗ് ആണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഷെയറിങ്ങിലൂടെ ഉണ്ടാകുന്നതാണ് കോവാലൻ്റ് ബോണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ കാരണം. എന്ത് കാരണമാണ്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ കാരണം ഒരാൾക്ക് പോസിറ്റീവ് ചാർജ്, ഒരാൾക്ക് നെഗറ്റീവും കിട്ടും, അല്ലേ. കാറ്റിയോണിനെ പറ്റിയിട്ടും ആനിയോണിനെ പറ്റിയിട്ടും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്, അല്ലേ. അപ്പോൾ ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ത്രൂ ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, അല്ലേ. ചാർജ്ഡ് ആറ്റങ്ങളാണ് നമ്മൾ അയോൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്, അല്ലേ. സോഡിയം ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ, സോഡിയം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ എന്തായിട്ട് മാറും, Na+ ആയിട്ട് മാറും. ക്ലോറിൻ ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ Cl- ആവും. പ്ലസും മൈനസും ചേർന്ന് എന്താണ്, അട്രാക്ഷൻ ഉണ്ടായിട്ട് അത് NaCl എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫറിലൂടെ, ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറിലൂടെ ഓപ്പോസിറ്റ് ചാർജുകൾ അക്വയർ ചെയ്യുകയും ആ ചാർജുകൾക്കിടയിൽ പരസ്പരം ഉണ്ടാകുന്ന അട്രാക്ഷനാണ് എന്ത്, അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ മെറ്റലുകളിൽ മാത്രം കാണുന്ന ഒരു ബോണ്ടിങ് ആണ് മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് മെറ്റാലിക് ബോണ്ടിങ്ങിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് കാണുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഫുള്ള് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീ ആയ ഇലക്ട്രോണുകൾ ഇങ്ങനെ പരന്ന് നടക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോണും പോസിറ്റീവായ മെറ്റൽ അയോണുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് ആണ് എന്താ, മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. മെറ്റാലിക് ബോണ്ടിങ് ഇസ് ദ വേ ദാറ്റ് ദ മെറ്റൽ ആറ്റംസ് ആർ ഹെൽഡ് ടുഗദർ വിത്ത് എ മെറ്റാലിക് മെറ്റീരിയൽ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ബിറ്റ്വീൻ ദ മെറ്റൽ ആറ്റംസ് വേർ ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ്. എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺ ആണല്ലോ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺ ഒരിടത്ത് തന്നെ അങ്ങ് നിൽക്കത്തില്ല. ഡീലോക്കലൈസ്ഡ് എന്ന് വെച്ചാൽ ഒരിടത്ത് നിൽക്കാതെ ഇങ്ങനെ പരന്ന് നടക്കുന്നു എന്ന് വിചാരിക്കുക.
അവരെല്ലാ ആറ്റങ്ങൾക്കും അല്ല ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തിട്ട് ക്രിയേറ്റിംഗ് എ സി ഓഫ് ഇലക്ട്രോൺസ്. അവരെന്താ ഇലക്ട്രോൺസ് ഇങ്ങനെ പരന്ന് കിടക്കുന്നു. ആ ഇലക്ട്രോൺസും അവിടെയുള്ള പോസിറ്റീവ് മെറ്റൽ അയോണുകൾ തമ്മിലുണ്ടാവുന്ന ബോണ്ടിങ് കാരണം ഫോം ചെയ്യുന്നതാണ് എന്ത് മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. കോവാലൻ്റിൻ്റെ ഒരു ടൈപ്പ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊഹിച്ച് വയ്ക്കാം. അപ്പോൾ മെറ്റാലിക്കിനകത്താണെങ്കിൽ ഷെയറിങ്, കോവാലൻറ്റിനകത്താണെങ്കിൽ ട്രാൻസ്ഫർ, മെറ്റാലിക്കിനകത്താണെങ്കിൽ ഡീലോക്കലൈസ് ചെയ്തിട്ടുള്ള വാലൻസ് ഇലക്ട്രോണുകളും പോസിറ്റീവായ മെറ്റൽ അയോണുകളും തമ്മിലുണ്ടാകുന്ന ബോണ്ടിങ് ആണ് മെറ്റാലിക് ബോണ്ടിങ്. ഈ 3 രീതിയിലാണ് മോളിക്യൂളുകൾ ഫോം ചെയ്യുന്നത്. ഇനി കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആറ്റംസ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ പരസ്പരം തമ്മിൽ ചേർന്ന് ചേരുന്നത് എങ്ങനെയാണ്? ഒരു ഡെഫിനിറ്റായ പ്രപ്പോർഷനിലാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രപ്പോർഷനൊക്കെ നമ്മൾ പഠിച്ചു. ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ ചേരുമ്പോൾ ഫോം ചെയ്യുന്നതാണ് എന്താ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഹൈഡ്രോജൻ അല്ലേ? 2 ഹൈഡ്രോജനും 1 ഓക്സിജനും 1:8 എന്ന റേഷ്യോയിൽ ചേരുമ്പോൾ ഹൈഡ്രോജൻ ഒരു ഡിഫറൻ്റ് ആണ്, ഓക്സിജൻ ഡിഫറൻ്റ് ആണ്. പരസ്പരം ചേരുമ്പോൾ ഫോം ചെയ്യുന്നതാണ് എന്ത് മോളിക്യൂൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മോളിക്യൂൾ എന്ന് പറയുന്നത്. കണ്ടോ, H2O വാട്ടർ, NH3 അമോണിയ, CO2 കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ, അമോണിയയിലുള്ള റേഷ്യോ എന്താണ്? 14:3 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ 3:8 ആണ്. വാട്ടർ 1:8 ആണ്. NCERTയിലുള്ള പോയിന്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇതും കൂടെ പഠിച്ചു വെച്ചോ, കിട്ടാതിരിക്കാം. ഇനി എലമെൻറ്റുകൾക്കും എന്തുണ്ട്? മോളിക്യൂളുകൾ ഫോം ചെയ്യും. ഇപ്പോൾ ഓക്സിജൻ ചേർന്ന് ഓക്സിജൻ മോളിക്യൂളായി, ഹൈഡ്രോജൻ ചേർന്ന് ഹൈഡ്രോജൻ മോളിക്യൂളായി. ഓക്സിജൻ 3 ഓക്സിജൻ അല്ലേ, ഒരു O2വും പിന്നെ ഒരു ഓക്സിജൻ നേസൻ്റ് ഓക്സിജനും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? O3 ഫോം ചെയ്യും. അത് നമുക്കറിയാം, ഓസോൺ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോൺ അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ വേനൽ സമയമാണല്ലേ, നമ്മൾ പറയാറുണ്ട് UV റേഡിയേഷൻസ് കൂടുതലായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ വരുന്ന റേഡിയേഷൻസിനൊക്കെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? ഓസോണാണ്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഇതാണ് മോളിക്യൂൾ. 2ഓ അതിലധികമോ ആറ്റങ്ങൾ പരസ്പരം ചേർന്നുണ്ടാകുന്നത് മോളിക്യൂള്. ഈ മോളിക്യൂളാണ് എന്ത് ഒരു കോമ്പൗണ്ടിൻ്റെ ഏറ്റവും ചെറിയ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന വസ്തു എന്ന് പറയുന്നത്. അതിൻ്റെ ഈ പറയുന്ന മോളിക്യൂളിനകത്ത് ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫോഴ്സാണ് ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സ്. ഈ ഇൻട്രാ മോളിക്കുലാർ ഫോഴ്സിനകത്ത് വരുന്നതാണ് കോവാലൻ്റ്, അയോണിക്, മെറ്റാലിക്. എന്താണെന്നറിയാം? കോമ്പൗണ്ടുകൾക്ക് 2 ഡിഫറൻ്റ് ആറ്റം ചേരുന്നു. മോളിക്യൂളിൻ്റെ അല്ലെ ഒരു എലമെൻറ്റിൻ്റെ മോളിക്യൂൾ എന്ന് വെച്ചാൽ സെയിം ആറ്റം തമ്മിൽ ചേരുന്നു. ഇനി എത്ര ആറ്റങ്ങളാണ് പരസ്പരം ചേരുന്നത്? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, 2 ആണെങ്കിൽ അത് ഡൈ അറ്റോമിക്, 3 ആണെങ്കിൽ അത് ട്രൈ അറ്റോമിക്, 3ന് കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക്. ഇനി ഒരെണ്ണം മാത്രം ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്, നമ്മൾ എന്ത് വിളിക്കും? മോണോ അറ്റോമിക് എന്നും വിളിക്കും. അപ്പോൾ എന്താണ് അറ്റോമിസിറ്റി? ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ആറ്റം പ്രസൻറ്റ് ഇൻ എ സിംഗിൾ മോളിക്യൂൾ. ഒരു സിംഗിൾ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു ആറ്റം മാത്രം ഹൈപ്പോത്തറ്റിക്കലാണെങ്കിൽ അത് മോണോ അറ്റോമിക് എന്ന് വിളിക്കും. 2 എണ്ണമാണെങ്കിൽ അത് ഡൈ അറ്റോമിക് എന്ന് വിളിക്കും. 3 എണ്ണമാണെങ്കിൽ ട്രൈ അറ്റോമിക്കും. 3ൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പോളി അറ്റോമിക് എന്നും വിളിക്കും. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ മോണോ, 2എങ്കിൽ ഡൈ, 3എങ്കിൽ ട്രൈ, 4എങ്കിൽ പോളി. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എലമെൻറ്റുകളുടെ കേസ് എടുക്കുകയാണേ. അപ്പോൾ അതായത് എലമെൻറ്റിൻ്റെ മോളിക്യൂൾ എടുക്കുമ്പോൾ മോണോ അറ്റോമിക്കിന് നമുക്ക് നോബിൾ ഗ്യാസ് അല്ലേ, കാരണം അവർക്ക് റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, കാർബണൊക്കെ മോണോ അറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂളുകളാണ്. എലമെൻ്റാണ് ഒരു മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും മോണോ അറ്റോമിക് ആയിട്ടാണ്, അവർക്ക് ആരുടെയും കൂടെ ചേരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഡൈ അറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾ എക്സാമ്പിൾ ഹൈഡ്രോജൻ H2, ഓക്സിജൻ O2, ക്ലോറിൻ Cl2, ഫ്ലൂറിൻ F2, നൈട്രോജൻ N2. 2 നൈട്രോജൻ ആറ്റം ചേർന്ന് നൈട്രോജൻ മോളിക്യൂൾ. കാർബണും ഐസ്പെർ സോഡിയത്തിനും വേണ്ട, അവർ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുക. അപ്പോൾ നമ്മൾ ഒന്നേ ഉള്ളൂ എന്തെന്ന് പറയും? മോണോ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയും. ട്രൈ ആകുമ്പോൾ എന്താണ്? ഓസോൺ ആണ് നമുക്കുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി പോളി അറ്റോമിക് ആണെങ്കിൽ ഫോസ്ഫറസ് P4, സൾഫർ, ഫുള്ളരീൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് പോളി അറ്റോമിക്കിന് എക്സാമ്പിൾ ആണ്. അതായത് എന്താണ്? അതിൽ 3ൽ കൂടുതലായിരിക്കും അവിടെ ചേരുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതേ കേസ് നമ്മുടെ എന്താണ് കോമ്പൗണ്ടുകളുടെ മോളിക്യൂളിലും ഉണ്ട്. ഹൈഡ്രോജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മോണോ അറ്റോമിക് വരത്തില്ല. എന്തുകൊണ്ടാണ് മോണോ അറ്റോമിക് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് കാര്യം? ലൈറ്റൊക്കെ അല്ലേ, ഈ ലൈറ്റിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ക്ലോറിൻ അല്ല CHCl ഹൈഡ്രോജനും ക്ലോറിനും, അപ്പോൾ 2 ഡൈ അറ്റോമിക്. H2O ഹൈഡ്രോജൻ ഓക്സിജൻ, അപ്പോൾ എത്ര? 2 ഹൈഡ്രോജനും 1 ഓക്സിജനും ഉണ്ട്, അപ്പോൾ ട്രൈ അറ്റോമിക്. അമോണിയ NH3, അപ്പോൾ എത്ര? ടെട്ര, 4 എണ്ണം ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 3 ട്രൈ അറ്റോമിക്. ഇതൊക്കെ NCERT വന്ന എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾസും പേരും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
അപ്പോൾ നമ്മൾ മോളിക്യൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിയുന്നു. അപ്പോൾ മോളിക്യൂളിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ആയി ഇനി എന്താ വരുന്നത്? ഇനി വരുന്നതാണ് നമുക്ക് മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു മോളിക്യൂൾ നിങ്ങൾ ആദ്യം സങ്കല്പിക്കുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് H2O ആണ്. ഇതൊരു മോളിക്യൂളാണ്. ഈ പറയുന്ന മോളിക്യൂളിൻ്റെ മാസ്, അതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? ഇതിനകത്ത് ഹൈഡ്രജൻ എന്ന ആറ്റവും ഉണ്ട്, ഓക്സിജൻ എന്ന ആറ്റവും ഉണ്ട്. ഹൈഡ്രജൻ എന്ന ആറ്റം 2 എണ്ണവും ഓക്സിജൻ എന്ന ആറ്റം 1 എണ്ണവും ഉണ്ട്. ഇനി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 × 2. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 16 ആണ്. അപ്പോൾ 16 × 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ആ മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ എടുക്കുന്നു, അതിനെ കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ അറ്റോമിക് മാസ് ഓഫ് ഓൾ ദ ആറ്റം ഇൻ എ മോളിക്യൂൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളിക്കുലാർ മാസ്. എക്സാമ്പിളാണ് വെള്ളം, അല്ലേ? H2O. അപ്പോൾ അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിവിടെ 2 അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ 1 × അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ ഇവിടെ 2 × 1 2 + 16. അപ്പോൾ എത്രയാണ്? 18 U എന്താണ് നമ്മുടെ മാസിൻ്റെ യൂണിറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇതിന് അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ഞാൻ എടുക്കുകയാണെ, NaCl. ഈ NaClൻ്റെ നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ NaCl എന്ന് പറയുന്നത് Na+ഉം Cl- കൂടി ചേർന്നുണ്ടാവുന്നതാണ്. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഒരു Na ഒരു Cl ഉള്ളൂ എന്നല്ല. അപ്പോൾ ഇങ്ങനത്തെ ചില കോമ്പൗണ്ടുകളിൽ നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളവിടെ കണ്ടുപിടിക്കുന്ന മറ്റൊരു സാധനമാണ് ഫോർമുല മാസ്. കാരണം ഞാൻ നേരത്തെ എഴുതിയ ഈ പറയുന്ന NaCl ഉണ്ടല്ലോ, ഇത് അതിൻ്റെ ഫോർമുലയാണ്, ഉപ്പിൻ്റെ ഫോർമുലയാണ് NaCl. ഇതിനകത്ത് ഒരു Na ഒരു Cl മാത്രമേ ഉള്ളൂ എന്നാൽ ഇവരൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലൊക്കെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് അവൻ്റെ മോളിക്കുലർ മാസിന് അവർ എന്ത് കണ്ടുപിടിക്കും? ഫോർമുല മാസ് കണ്ടുപിടിക്കും. ഫോർമുല മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ല, ഈ ഫോർമുലയിൽ എത്ര എണ്ണം ഉണ്ടോ അതിനെടുത്ത് അങ്ങോട്ട് എഴുതും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കിക്കോ, NaCl സോഡിയവും ക്ലോറൈഡും. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23. അറ്റോമിക് മാസ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ് പഠിച്ചതാണ്, അല്ലേ? ക്ലോറിൻ്റെ അത് 35.5. അപ്പോൾ 23 ഉള്ള സോഡിയവും 35.5 ഉള്ള ക്ലോറിനും രണ്ടും എത്ര? 1 വെച്ചല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് 58.5 എന്ന് കിട്ടും. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയുന്നത്. ഫോർമുലയിലുള്ളതിൻ്റെ എണ്ണത്തിൻ്റെ മാസ് അങ്ങനെ പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.